2025 പത്മഭൂഷൺ അവാർഡ്സ് ലഭിച്ചത് 19 പേർക്കാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ. സൂര്യപ്രകാശ്, സാഹിത്യം, വിദ്യാഭ്യാസം, ജേർണലിസം മേഖലയിലാണ് പത്മഭൂഷൺ അവാർഡ് എ. സൂര്യപ്രകാശിന് ലഭിച്ചത്. ഇദ്ദേഹം മുൻ പ്രസാർ ഭാരതി ചെയർപേഴ്സണാണ്. അടുത്തത് അനന്ത് നാഗ്, അദ്ദേഹത്തിന് ആർട്സ് മേഖലയിലാണ് ലഭിച്ചത്. ബിബേക് ദെബ്രോയ്, സാഹിത്യം, വിദ്യാഭ്യാസ മേഖലയിൽ മരണാനന്തര ബഹുമതിയായിട്ടാണ് ബിബേക് ദെബ്രോയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത്. അടുത്തത് ജതിൻ ഗോസ്വാമി, ആർട്സ് മേഖലയിലാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. സാത്രിയ നൃത്ത കലാകാരനാണ് ജതിൻ ഗോസ്വാമി. അടുത്ത വ്യക്തി ജോസ് ചാക്കോ പെരിയപുരം, മെഡിസിനിലാണ് ലഭിച്ചത്. മലയാളിയാണ്. കേരളത്തിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരമാണ്. കൈലാഷ് നാഥ് ദീക്ഷിത്, ആർക്കിയോളജി വിഭാഗത്തിലാണ് ലഭിച്ചത്. മനോഹർ ജോഷി, പബ്ലിക് അഫേഴ്സിലാണ് മരണാനന്തര ബഹുമതിയാണ് ലഭിച്ചത്. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. നല്ലിക്കുപ്പസ്വാമി ചെട്ടി, വ്യാപാരം വ്യവസായ മേഖലയിലാണ് ലഭിച്ചത്. നന്ദമുരി ബാലകൃഷ്ണ, ആർട്സ് മേഖലയിലാണ്. PR ശ്രീജേഷ്, സ്പോർട്സ് മേഖല, ഹോക്കി പ്ലെയറാണ് ഇദ്ദേഹം. പങ്കജ് പട്ടേൽ, വാണിജ്യം വിദ്യാഭ്യാസ മേഖലയിലാണ് ലഭിച്ചത്. പങ്കജ് ഉദാസ്, ആർട്സ് മേഖലയിൽ മരണാനന്തര ബഹുമതിയാണ്. ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. റാം ബഹാദൂർ റായ്, സാഹിത്യം, വിദ്യാഭ്യാസം, ജേർണലിസം മേഖലയിൽ ലഭിച്ചു. സാദി ഋദംബര, സാമൂഹ്യ സേവനത്തിനാണ് പത്മഭൂഷൺ ലഭിച്ചത്. അജിത് കുമാർ, തമിഴ് ആക്ടറാണ്, ആർട്സ് മേഖലയിൽ ലഭിച്ചു. ശേഖർ കപൂർ, ആർട്സ് മേഖലയിൽ ലഭിച്ചു. അടുത്തത് ആക്ട്രസ് ആയിട്ടുള്ള ശോഭന, ആർട്സ് മേഖലയിൽ ലഭിച്ചു. സുശീൽ കുമാർ മോദി, പബ്ലിക് അഫേഴ്സ്, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ ലഭിച്ചത്. അടുത്തത് വിനോദ് ദാം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പത്മഭൂഷൺ ലഭിച്ചു.